ടീ മല്ലിയില, പച്ചമുളക്, പുതിനയില, ഇത് ഇത്രയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ ഉപ്പും. ഉപ്പ് എല്ലാത്തിനും വേണോന്ന് ആർക്കാടി അറിണ്ടാത്തത്? എടി എല്ലാത്തിനും വേണം, പക്ഷെ അത് കൃത്യമായിട്ട് ഉപ്പിടണം, ഇല്ലെങ്കിൽ പണി പാളി പോവും. കൃത്യമായിട്ട് ഇടും. അതൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട, ഞാൻ ചെയ്തോളാം. ആരേതോളന്ന്? ഞാൻ. നീ ഉപ്പിടാന്നോ? എന്ത്? എന്റെ പൊന്ന് റിങ്കി, നീ ഉപ്പിട്ടുള്ള അവസ്ഥ അറിയാല്ല. ഒന്നെങ്കിൽ ഭയങ്കര കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര കുറവായിരിക്കും. ഇതിന്റെ മീറ്റർ പിടിക്കാൻ നിനക്ക് അറിയണ്ടല്ലോ. ഇടി, ഒരു പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റിയെന്നും പറഞ്ഞ് നീ അതീ കയറി തൂങ്ങണ്ട. ഒരു പ്രാവശ്യം? ബാക്കി നീ എണ്ണാത്ത എന്ത്? നീ എന്നെ രാവിലെ ചൊറിയാൻ വരാതെ ഒന്ന് പോയെ. എവിടെ പോയി? നീ എവിടെ എങ്ങനെ എനിക്ക് പോ? ഞാൻ പോവാനാ? ഹലോ മിസ്റ്റർ, ഈ റെസിപ്പി കണ്ടുപിടിച്ചത് തന്നെ ഞാൻ രാമങ്ങളും കൂടെയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവാൻ അല്ലേ? എടി, നീ എന്തോന്ന് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാ യൂട്യൂബിൽ നിന്ന് നോക്കി ഉണ്ടാക്കിയതല്ലോ, അല്ലാതെ നീയായിട്ട് ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ ഈ റെസിപ്പി. യൂട്യൂബിൽ നോക്കി കണ്ടുപിടിച്ചേ? യൂട്യൂബിൽ ആർക്കും നോക്കി കണ്ടുപിടിച്ച് പറ്റും. എന്നാ പിന്നെ നീ കണ്ടുപിടിക്കാത്തത്? എനിക്ക് നേരമില്ലാത്തോണ്ട് ഞാൻ കണ്ടുപിടിച്ചു. നേരെ പേരാ. അതെ, ഈ സാധനം ഇതെല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കി എടുക്കുന്നതിലാണ് കാര്യം. പാചകത്തില് നിന്നെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് എനിക്കാണ് കേട്ടല്ലോ. എക്സ്പീരിയൻസ് മാത്രം പോരാ, കൈപുണ്യം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെനിക്കുണ്ട്. അതും കൂടെ വേണം. അതെനിക്ക് നീ എഴുതി ഒട്ടിച്ചോണ്ട് റിങ്കി, ഇത് ഞാനാണ് കണ്ടുപിടിച്ചതെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇതൊക്കെ മേൽനോട്ടം നോക്കിയാലേ ശരിയാവുള്ളൂ. നീ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ആര് പറഞ്ഞു വേണ്ടെന്ന്? കല്ല് കിട്ടോ നോക്കണത്. ഇതെന്തിന് എടുത്ത് കൂട്ടി വയ്ക്കുന്നത്? അടുപ്പാ? ഓ, എന്തിന്? കമ്പി കമ്പി ഇത് എന്തിനു ചെയ്യാൻ? ഞാൻ പറഞ്ഞില്ലേ, പല കാര്യങ്ങളുണ്ട്. ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോണം. ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോണെന്ന്. ഗ്രില്ല? ഓ, അതെന്തൊരു ഗ്രില്ല്? അറിഞ്ഞൂടാത്തോണ്ട് അല്ലടെ ചോദിക്കണതൊന്ന് പറഞ്ഞതാ. ചിക്കൻ ചുട്ട് തിന്നാൻ പോണെന്ന്. അയ്യേ, കറി വയ്ക്കുന്ന കേട്ട് ചുട്ടി തിന്നാൻ പോണോ? ചുമ്മാ ഇല്ല, ഗൾഫിലിരുന്ന് ചിക്കനൊക്കെ ചുട്ട് തിന്ന് തന്നെ കണ്ണ വയറും ചാടി ബീഫിനെ പോലെ ഇരിക്കണത്. ചിക്കൻ ചുട്ടുന്ന ബീഫിനെ പോലെ ഇരിക്കണത്. ബീഫിനെ പോലെ ഇരിക്കണത്, ബീഫിനെ പോലെ വയറും ചാടി. അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെ വേണ്ടത്. പിന്നെ ഓടിയും ചാടൊക്കെ ഞാൻ വയറൊക്കെ തള്ളി കിടക്കണ ചിക്കൻ ചുട്ട് അവിടെ ചിക്കനൊക്കെ ചുട്ടിരുന്നു. പിന്നെ അവിടെ ചിക്കൻ ചുട്ടിനാലേ അവിടത്തെ കളി, മെയിൻ കളി. അപ്പൊ നിനക്ക് അവിടെ ജോലി ഇതാണ്, ചിക്കൻ ചുട്ടി. ഗൾഫിൽ എന്നെ ജോലി ചിക്കൻ ചുട്ടിനാണ്. ഞാൻ ചോദിച്ചത് അറിഞ്ഞൂടാത്തോണ്ടല്ലേ. എന്തിനൊക്കെ അറിയണം. ജോലി ഇതൊന്നുമില്ല അല്ലേ, വേറെ അല്ലേ? ചുമ്മാ ചെയ്യട്ട്. ചിക്കൻ വേണോ? ചിക്കൻ വേണോ? ഇപ്പം ചിക്കൻ വേണം. പിന്നെ ചിക്കൻ വേണോ? ചിക്കൻ കളയാറിയില്ലേ? ചിക്കനൊക്കെ വാങ്ങിച്ചാ? ചിക്കനൊക്കെ വാങ്ങിച്ചു പിള്ളേർ ശരിയാക്കണം. എവിടെ? അങ്ങ് അടുക്കളയിൽ. കാര്യങ്ങൾ നടക്കട്ടെ. ചിക്കനൊക്കെ ഉള്ള സമയത്ത് അടിക്കാൻ വലിയ സെറ്റപ്പ് ഉണ്ടാക്കി വെക്കണ്ടേ? എന്തിനടിക്കും? അടിക്കാൻ അച്ഛൻ എന്തൊരു ചോദ്യം ചോദിച്ചാലും മോന്റെ മുഖത്തൊക്കെ ചോദിക്കുന്നത് അടിക്കാനെന്നാ? ഇപ്പത്തെ പയ്യന്മാരെ നീ ഒന്നും എന്റെ അടുത്ത് പറയുന്നത് വേണ്ട. നീ ഉച്ചൊക്കെ കഴിക്കുന്നതൊക്കെ അച്ഛനറിയാം. മക്കളെ, അച്ഛനും മോനുള്ള രീതിയിലല്ലല്ലോ നമ്മളിവിടെ പോണത്. അതുകൊണ്ട് അതുകൊണ്ട് നീ കുപ്പി കിപ്പിയൊന്നുമില്ല ഇവിടെ. ഇല്ലേ? ഇല്ല. പിന്നെ ചിക്കൻ എനിക്ക് വേണ്ട, ചിക്കൻ എനിക്ക് വേണ്ട. ചിക്കൻ വേണ്ടേ? പിന്നല്ല ഞാൻ ഇല്ലേ ഇത് ഇത് വല്ലതും കേട്ടിട്ടുണ്ടോ എന്റെ ഉള്ള കുടുംബം കൂടെ പോവാൻ? ഓ, ആ പെണ്ണിനെ കേട്ടിട്ട് പെണ്ണിനെ ഇനി ഇറക്കി വിടാൻ. കുറച്ച് കണ്ണിലെ കത്തിച്ചോണ്ട് വരണം. കണ്ണിലൊക്കെ കത്തിച്ചോണ്ട് വരണമെന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് ചെറുക്കാൻ. മകളിവിടെ മുളറിങ്കി അവിടെ ചിക്കൻ എന്തായി? ചിക്കൻ അവള് ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നു പിങ്കി. ഇത്രയും സമയം എടുത്താ? അവളല്ലേ ചിക്കനോടൊക്കെ സംസാരിച്ച് ഡാൻസ് ഒക്കെ കളിച്ചല്ലേ ചെയ്യുള്ളൂ. നമുക്കൊരു കാര്യം അറിയാമോ? ഇവിടെ ദുബായിലായിരിക്കുമ്പോഴേ നമ്മൾ വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു വലിയ വണ്ടിയിൽ ഫ്രണ്ട്സ് എല്ലാം കൂടെ നേരെ പോവും ഡെസേർട്ടിൽ. എന്നിട്ട്
ഫുള്ള് ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് ഒരു ടെന്റൊക്കെ അടിച്ച് ചിക്കനൊക്കെ അങ്ങോട്ട് ചൂട്ട് രണ്ടെണ്ണം അടിച്ച് എന്റെ അമ്മ സെറ്റ്. രണ്ടെണ്ണം അടിച്ചാ ആര് നീ പറഞ്ഞപ്പം ആര് രണ്ടെണ്ണം അടിച്ചെന്ന്. ചിക്കൻ വെച്ചെന്ന്. ചിക്കൻ വെച്ചു. ഓ ചിക്കൻ വെച്ചെന്നാ പറഞ്ഞു. ഓ ചിക്കൻ വെച്ചെന്ന്. ചിക്കൻ വെച്ചെന്ന് പറഞ്ഞ രണ്ടെണ്ണം അടിച്ചെന്നും കൂടെ വന്നില്ലേ? ഞാൻ കേട്ടില്ല പൂ. എന്തിനടാ കള്ളത്തനം പറഞ്ഞത്? അച്ഛൻ ഇവിടെ ആര് കള്ളം അച്ഛൻ എന്താ ചുമ്മാ അച്ഛൻ ഇത് തന്നെ ആലോചിച്ചോണ്ടിരിക്കണോ 24 മണിക്കൂർ. തന്നെ എനിക്കറിയാം. ഉണ്ണിയെ കണ്ട അറിയാം ഊരില പഞ്ച. മക്കളെ ഉണ്ണിയെ കണ്ട എല്ലാവർക്കും അറിയാം. ആ മക്കളെ ഇങ്ങോട്ടൊക്കെ ഇവൻ ഗൾഫിൽ പോകുമ്പോഴേ ഈ പോലെ ഇരുന്ന് ചെറുക്കനാണ്. അവിടെ ചെന്ന് ഇതേപോലെ ചുട്ടും ചൂടാതെയൊക്കെ തിന്ന് വെള്ളമൊക്കെ അടിച്ച് അത് വളർത്തു ദോഷം. അവിടെ പോയ സ്വന്തം അധ്വാനിച്ചപ്പോ എനിക്ക് തടി വെച്ചു. തടി വെച്ചാ അതൊക്കെ നല്ലത് തന്നെ. അല്ല ഞാൻ അവിടെ അറിഞ്ഞിരിക്കണ്ടേ? അവളെന്തിനാ അറിയണത്? ഇപ്പൊ നോക്ക് ബൈറും ചാടി തവക്കട പോലെ ഇരിക്കണണ്ട. എന്തിനു ഇങ്ങനെ തടി വളർത്തണത്? ഒമ്പർനാജിയാണെങ്കിൽ അവള് ഇങ്ങനെ നോക്കിയാൽ ഇപ്പൊ ഓടി ചെന്ന് കളിക്കും. അത്ര പേടിയാണ്, അത്ര പേടിത്തുറിയാണ്. ചിക്കൻ ഉണ്ടാക്കാൻ പോണം. പാടാ എന്റെ ജോലി വെച്ച്. അച്ഛന്റെ കുഴപ്പം എന്തിനാണ് ഇപ്പം? എന്ത് കുഴപ്പം? അല്ല നീ പിന്നെ എല്ലാം പറഞ്ഞു വെച്ചിരുന്നു. ഇവിടെ ചിക്കൻ ഉണ്ടാക്കണ എന്റെ പെമ്പറത്തി പറയേണ്ട കാര്യം എന്താണ്? പെമ്പറത്തിയ പറയുന്ന കാരണം ഉണ്ട്. എന്തൊരു കാര്യം? അല്ലെ എന്തൊരു കാര്യം? അവളെ വീട്ടിൽ നിന്ന് നാളെ ഒരിടത്ത് നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, നിങ്ങൾ അവിടെ പോയിട്ട് വരി പറ്റൂല എന്ന് പറഞ്ഞു ഒരു നോട്ടം നോക്കി അപ്പോഴും നീ ഓടി അവിടെ പോയിട്ട് തന്ത അവിടെ ഇരുന്നാൽ നോക്ക് എല്ലാം ശ്രദ്ധിക്കും. മനസ്സിലായ? നീ വിചാരിച്ച് ഇയാൾക്ക് എഴുതിക്കാൻ വയ്യ, ഇയാളവിടെ കൂനി പിടിച്ചിരിക്കണം. അങ്ങനെ അതിന്റെ തോന്നല് നിനക്ക് തെറ്റിപ്പറ്റി പോയി. നീ എന്റെ തന്തയല്ല, അത് ആദ്യം മനസ്സിലാക്കണം. ഞാൻ എന്റെ തന്തല്ലെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ല. അതെ അച്ഛന്റെ കുഴപ്പം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ അടി വെച്ചോണ്ടി ഞാൻ അവിടെ ചിക്കൻ എന്തായാലും നോക്കട്ടെ. ചിക്കനൊക്കെ നീ ഇതിനെ കൊണ്ട് മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. കണ്ട ഒന്നും കിട്ടൂല, ഒന്നും കിട്ടൂല. എന്തിനു കിട്ടൂല? ഒന്നും കിട്ടൂല പോ. നീ ചിക്കൻ നോക്കിട്ട് വരാം. ഇപ്പൊ വരാം. അല്ല ഞാൻ എന്നില്ല മക്കളെ, ഞാനും പറഞ്ഞു ഇവിടെ എന്നാ ശരിയാവൂല. ഇവന്റെ ഈ ചൊറച്ചില് അയ്യോ ചിക്കൻ ചുട്ട് തിന്നാൻ പോണവൻ. ചിക്കൻ ചുട്ടോണ്ട് വാ കാണിച്ചേരാ. ചോദിച്ചോണ്ട് വാ. അപ്പോഴാണ് രണ്ടെണ്ണം അടിക്കൂല. എന്റെ അടുത്താ പറയണത് നീ. നിന്റെ അഭ്യാസം കൈയിരിക്കേ ഉള്ളൂ കേട്ടാ, എന്റെ അടുത്ത് കാണിക്കില്ല. കുടിച്ചോളേ. അത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. മക്കളെ പോയില്ലേ? ഇല്ലടാ, എനിക്ക് പൈസ ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ കുറെ നിർത്തോണ്ട് വരട്ടെ. ചിക്കല്ലേ അച്ഛൻ എന്താ അച്ഛന് വയ്യേ? വയ്യേ ചുമ്മാ പോവാ അങ്ങോട്ട്. ചുമ്മാ വേണ്ട, എടുത്തോണ്ട് ഞാൻ പോണു. അത് കുഴപ്പം എന്താടാ? ആരും അറിയണ്ട, നമ്മൾ രണ്ടുപേരും അറിഞ്ഞാൽ മതി. ചുമ്മാണ് നിനക്ക് അവളെ പേടി, അതുകൊണ്ടാണ് അടിക്കേണ്ട. അവളെ പേടിക്കാനുള്ള നീ ഇപ്പൊ ഇത് പറഞ്ഞത്. വേണ്ടെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. ഞാൻ വെളിയിലെങ്കിലും പോയി അടിച്ചിട്ട് വരും. എന്റെ വേല കഴിഞ്ഞിരിക്കും. ഇത്ര വയ്ക്കുള്ളൂ, ബാക്കി എടുത്ത് വൈ. അതും കൂടി വൈ. അയ്യോ ചെസ് പീസ് എനിക്ക് ഇപ്പഴേ വേണേ, ഞാൻ നേരത്തെ ബുക്ക് ചെയ്തു. ചെസ് പീസ് ആലോചിക്കും. രാമങ്ങളെ, ആഹാ നാവിന്ന് വെള്ളം പറഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ അല്ല, അതെ നിങ്ങൾ രണ്ടുപേരും കൂടി കണ്ടുപിടിച്ച റെസിപ്പി എന്തായാലും കൊള്ളാം. യൂട്യൂബിൽ നിന്ന് പറഞ്ഞു, യൂട്യൂബിൽ നിന്ന് കണ്ടുപിടിച്ചെന്ന്. ഇതിവിടെ അത്ര വർഷമായിട്ട് നമ്മളെ ചെയ്യണ സാധനം യൂട്യൂബ് അവളെ. ഓഹോ, അപ്പൊ നീ നേരത്തെ പോലെ കള്ളായിരുന്നല്ലേ? അതെ, നമ്മള് സൈഡിൽ നിന്ന് യൂട്യൂബ് നോക്കിയായിരുന്നല്ലോ. ഇവള് വല്ല പാട്ടിട്ട് കണ്ടായിരിക്കും യൂട്യൂബ്. അല്ല, ഇത് പറയുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതെ അല്ലേ? എന്ത് ഡയലോഗ് അടിച്ചെന്നറിയോ നേരത്തെ? അവള് കണ്ടുപിടിച്ച് അങ്ങ് യൂട്യൂബിൽ നിന്ന് അവളാണ് കണ്ടുപിടിച്ചത്. ആനയാണ് ചേനയാണ്. ഇവളിങ്ങനെയാണെന്ന് നിനക്ക് അറിഞ്ഞു. അണ്ണന്റെ ആ സ്വഭാവം എടുക്കണമെങ്കിൽ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്തു. നിങ്ങൾ ഇനി എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യേണ്ട. ഇതെന്താ എന്റെ റെസിപ്പി അടിച്ചു മാറ്റിട്ടാണ് സപ്പോർട്ട് അടിക്കുന്നത്?
ഓ പേര് വെക്കണ എന്തിന്? നിങ്ങൾ ഇത് ആരെയൊന്ന് മോഷ്ടിച്ചല്ലേ? ഓ മോട്ടിക്കാൻ എന്തിന്? ഞാൻ എത്തിമണി കുഴപ്പമില്ല, അത് ആയിക്കോട്ടെ. നീ ഇവിടുത്തെ കാര്യം ഓർത്തൊന്നും ടെൻഷൻ ആവണ്ട. അച്ഛൻ്റെ കൂടെ ഒക്കെ നിന്നിട്ട് വന്നാൽ മതി. ഓക്കെ. എല്ലാവരും ഉണ്ട് ഇവിടെ, എന്തൊക്കെ കത്തിച്ചോണ്ടൊക്കെ ഇരിക്കുന്നു. അയ്യോ ഒന്നുമില്ലേ, ഞാൻ വിളിക്കാം. നീ ഓക്കെ ഓക്കെ. മക്കളെ, അമ്മയാണ് വിളിച്ചത്. അമ്മ അപ്പൂപ്പനെയും കൊണ്ട് നാളെ ചെക്കപ്പിന് പോകണം, അതുകൊണ്ട് ഇന്ന് വരൂല എന്ന് പറഞ്ഞു. മിസ് ചെയ്ത്. ഗ്രിൽ ചിക്കൻ. ഗ്രിൽഡ് ചിക്കൻ ചിക്കനൊക്കെ മാറ്റി സെറ്റപ്പ് ആക്കിയാ. പിന്നെ ഇതൊക്കെ ഞങ്ങള് സെറ്റ് ആക്കി. അടിപൊളിയാണല്ലേ. അപ്പൊ നീ എന്താണ് ഇന്ന് പ്രത്യേകത, എന്താണ് ഇത് ഉണ്ടാക്കാനായിട്ട്? പിള്ളേരുടെ ആഗ്രഹം പറഞ്ഞു നമ്മളപ്പം ഉണ്ടാക്കുകയാണ്. പ്രത്യേകത ഒന്നും വേണ്ട ഇതിന്. ഡേയ്, ഉണ്ണിയാമ്മ നിന്നെ ചീത്ത വിളിച്ചോണ്ട് അങ്ങോട്ട് പോകണുണ്ട്. പ്രത്യേക അത്ഭുതമൊന്നുമില്ലല്ലോ. എന്തിനാടാ ഇങ്ങനെയാണെന്ന് പറയുന്നത്? ഞാൻ തിരിയാണ് ചീത്ത വിളിച്ചോണ്ട്. ഞാനല്ലേ ചീത്ത വിളിച്ചോണ്ട്? ഞാൻ പറഞ്ഞു മാമ വീട്ടിൽ എന്തോ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുവന്ന് പറഞ്ഞപ്പം നീ ഒന്നും വാങ്ങിക്കണ്ട, എനിക്കറിയാന്ന് പറഞ്ഞിട്ട് ഇതിനാന്തോ വാങ്ങിക്കണത്. ഉണ്ണി അപ്പൂന് ആകെ പേടിയുള്ളത് രാമങ്കളിനെ മാത്രമാണ്. മക്കളെ, നിനക്ക് സത്യം അറിയണത്തോണ്ടാണ് എനിക്ക് അങ്ങനെയാണ് പേടി. എന്നല്ലാതെ നിങ്ങൾ അതിന് ഭയങ്കര ഫ്രണ്ട്സ് ഒക്കെ ആണല്ലോ. ഫ്രണ്ട്സാ? എനിക്ക് ഒരു എനിമി ഉണ്ടെങ്കിൽ അതങ്ങനെ. എന്തോടാ, പ്രായമായ മനുഷ്യനാണ്, കൊറേയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. ഓ, എത്ര കണ്ടില്ല നോക്കി. എടാ വല്ലപ്പോഴും കുടിക്കുമ്പോഴേ ഉള്ളൂ പ്രശ്നം, പണ്ടൊന്നും ഇങ്ങനെയൊന്നും അല്ലേ അത്. വല്ലപ്പോഴും വേണ്ടത്. ഓ, ചുമ്മാ എപ്പോഴും കുറ്റം പറയാം, മാമനെ മാത്രം കുറ്റം പറയാം. നിനക്കറിയാമോ, പണ്ട് എന്നെ ഒത്തിരി തോളത്തെടുത്ത് ഇരുത്തിക്കൊണ്ട് കടയിലൊക്കെ പോയി മുട്ടായും സോഡയൊക്കെ വാങ്ങി തരുമായിരുന്നു. ഇപ്പൊ രണ്ടെണ്ണം അടിച്ചോണ്ടോട്ട് അണ്ണാൻ എന്നും തോളെടുത്തോണ്ട് പോകും. അല്ല, ഉണ്ണിയപ്പനത്ര കുറ്റമൊന്നും പറയാൻ പറ്റൂല. പറ്റൂല, നിന്നെ കൂടെ പറയണം. ഇന്നാള് കുപ്പി മേടിച്ചു കൊടുത്തത് രാമങ്കളെ തന്നെ. ഇവനാ? ആ പിന്നെ അല്ലാണ്ട്. കുപ്പിയിൽ വാങ്ങിച്ചു കൊടുത്തു. ചുമ്മാ അണ്ണാ ഈ പിള്ളേർക്ക് ചുമ്മാ. പിന്നെ ചുമ്മാ ഞാൻ അതിന്റെ 2 കണ്ണുകൊണ്ട് വന്നു. ഈ നിന്റെ കയ്യിലും കള്ളത്തരമുണ്ട്, മാമന് മാത്രം പറയണ്ട. അത് എന്നറിയുമോ, മാമ കുടിക്കാതിരിക്കുകയാണെങ്കിൽ ഉടനെ ഇവൻ തന്നെ. കാര്യം മനസ്സിലായ? ഈ ഇറച്ചി കേസ് നമ്മൾ പൊക്കി വിട്ടാൽ ക്രൂഡ് വെക്കുന്നുണ്ടാ? അതെനിക്ക് മനസ്സിലായി, അല്ല ഞാൻ മിണ്ടായിരിക്കണേ. അല്ല, ഒന്നും പറയാനില്ലാത്തോണ്ട്. അല്ല ഉണ്ണിയാമനെ, ഇനി നീ കൂടുതലൊന്നും പറയണ്ട. നിങ്ങളൊക്കെ അല്ലേ സത്യം ഇടിയിപ്പിച്ചവരും. ഒന്നാമത് മാമന് വയ്യ, ഞാൻ കൊണ്ട് പോവാന്ന് പറഞ്ഞിട്ടൊന്നും വന്നതുമില്ല. പുള്ളിയുടെ കാര്യം ഓർക്കുമ്പോ ഞാൻ ഇവിടെ കാലങ്ങളായിട്ട് ശ്രമിക്കുന്നു, നടക്കണ്ടില്ല. വിഷമിക്കാതാ. വിഷമമുണ്ട് മോളെ, പാവം എന്റെ ഉണ്ണിമാവൻ. എനിക്ക് അച്ഛനില്ലാത്ത കുറവ് അറിയിക്കാതെ വളർത്തിയത് ഉണ്ണിമാവനാണ്. ചേച്ചി, ഒരു കരച്ചിലുള്ള ഭാഗം ഞാൻ കാണുന്നുണ്ട്. ഈ ചിക്കൻ ആവുന്നില്ലല്ലോ ഡി. അച്ഛൻ ഒരു കാര്യം ചെയ്യും, അച്ഛൻ പോയി ഡ്രസ്സൊക്കെ മാറ്റി ചായ കുടിച്ചിട്ട് വാ. എന്തുവായി, വല്ല നടക്കൂ? ഇപ്പൊ ചത്തുപോയില്ല, ഇനിയിപ്പോ അങ്ങനെ നടക്കും. കോഴി ചത്തില്ല. എല്ലാവരും കൈ പിടിച്ചോട്ടെ, നല്ല കോമ. നീ ചോദിച്ചെന്തിന്? അപ്പൊ അതിന് കൈ അടിച്ചു. ഇത് നടക്കൂല തന്നെ പറഞ്ഞത്. നടന്നോണ്ടിരുന്ന കോഴി തന്നെ പിന്നെ കൊന്നത്. ഈ അങ്കിൾ ഇത് എനിക്കിന് സമയമില്ലെന്ന്. നീ വാ അടച്ചോണ്ട് മിണ്ടായി. അത് നീ എണീച്ചു പോ, നീ കിടന്ന് ആകുമ്പോ വിളിക്കാം. ഇതെടുത്ത് എന്റെ മണ്ട വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തീ കൊള്ളൂ. കൈ എന്താണ്? അങ്കിളെ, ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ ഉത്സവത്തിന് പോകണം കേട്ടോ. അതല്ലേ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ. അത് ഇങ്ങനെ 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 ആക്കണം, നല്ല പോവും. ഓക്കെ, സെറ്റ് ഒന്ന് സെറ്റ് ആയിട്ട് വിളി. അതുവരെ ഞാനൊന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ. അതെ അതെ, നീയൊക്കെ അതിന്റെ ആൾക്കാരാണെന്ന് എനിക്കറിയാം. തിന്ന സമയത്ത് വരാം. ഇവിടെ ബൈ. അസത്ത്